വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു റൈസ് റെസിപ്പിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി ഒരു റൈസ് റെസിപ്പിയാണ്. അതുകൂടാതെ മടിയൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്നൊരു അടിപൊളി റൈസൊക്കെ കഴിക്കണമെന്ന് തോന്നിയാൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു റൈസിന്. അതുപോലെ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ രാവിലെയൊക്കെ കൊടുത്തു വിടാൻ പറ്റും. അത്രയ്ക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു റൈസാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഈ ഒരു റൈസ് റെസിപ്പിക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിനായി ആദ്യം ഞാൻ ഇതുപോലെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിലാണ് ഈ റൈസ് തയ്യാറാക്കി എടുക്കുന്നുള്ളത്. അപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി അല്പം ഓയിലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓയിൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ നെയ്യ് മാത്രം മതിയായിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് അല്പം ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. അല്പം ജീരകവും, ഒരു 4 ഗ്രാമ്പു, 4 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ടയും, ഇത്രയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഉള്ളി നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ വളരെ സിമ്പിളാണ്. ഈ ഒരു പാത്രത്തിൽ തന്നെ റൈസും എല്ലാം ഇട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇത് കുക്കറിലും ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 4-5 പച്ചമുളക് ഇതുപോലെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ മിക്സാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഒരു ചെറിയ ടൊമാറ്റോ ആണ്. അത് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് അത് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. അപ്പോഴേക്ക് ആ ടൊമാറ്റോ ഒക്കെ നല്ലോണം ഒന്ന് വെന്ത് വരും. ഇപ്പോൾ ടൊമാറ്റോ ഒക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കും അല്പം മസാലപ്പൊടികളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല മടി പിടിച്ച സമയത്ത് നമുക്ക് കറികളൊക്കെ ഉണ്ടാക്കാൻ ഒന്ന് മടിയാകുമ്പോൾ ഇതുപോലെ ഒരു റൈസ് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ഇതിന് കറിൻ്റെ ആവശ്യമൊന്നുമില്ല. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനും പറ്റും. ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ ക്രഷ്ഡ് പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഹോം മെയ്ഡ് ഗരം മസാലപ്പൊടി ആയതുകൊണ്ട് തന്നെ നല്ല മണമൊക്കെയാണ് ഈ ഒരു മസാലക്ക്. അതോടൊപ്പം തന്നെ ഒരു മാഗി ക്യൂബും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിർബന്ധമില്ല മാഗി ക്യൂബ് ഇഷ്ടമില്ലാത്തവർക്ക് ഇതൊന്ന് സ്കിപ്പ് ചെയ്യാം. പക്ഷേ ഇതൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു റൈസിന്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് ബസ്മതി റൈസാണ്. ഇത് 2 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് ഞാൻ. അതിപ്പോൾ നല്ലോണം കഴുകി വെള്ളമൊക്കെ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തതാണ്. ബസ്മതി റൈസിന് പകരം നമുക്ക് ബിരിയാണി റൈസൊക്കെ ഉപയോഗിക്കാം. ഇനി ഈ റൈസ് ഇതിലിട്ട് ഒരു 2 മിനിറ്റ് നല്ലോണം ഒന്ന് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് അല്പം ചെമ്മീനാണ്. ചെമ്മീൻ ഇതുപോലെ ചെറുതായി, വലിയ ചെമ്മീനായതുകൊണ്ട് ചെറുതായി ഇത് കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഇത് മസാല ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുക്കാത്തത് ചെമ്മീൻ അധികം അങ്ങനെ വേവൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കാത്തത്. റൈസ് മസാലയിൽ നല്ലോണം ഒന്ന് വറുത്തെടുക്കണം, അതുകൊണ്ടാണ് ആദ്യം ചെമ്മീൻ ഇട്ട് കൊടുക്കാത്തത്. അങ്ങനെ ചെയ്യുമ്പോൾ ചെമ്മീൻ നല്ലോണം ഹാർഡായി പോവും, അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് റൈസിന് 2 കപ്പ് എന്ന അളവിൽ ഞാൻ നല്ല തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് റൈസിന് അതേ കപ്പിൽ 2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മെഷർമെൻറ്റൊക്കെ അതേപോലെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കാം. അതോടൊപ്പം തന്നെ അല്പം മല്ലിയിലയും പുതിനയിലും ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റൈസ് റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു ഇതിൽ തന്നെയാണ് റൈസൊക്കെ ഒന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ അത് ഉപ്പൊക്കെ നോക്കി ഈ സമയം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മാഗി ക്യൂബ്സിൽ ഓൾറെഡി ഉപ്പുള്ളതുകൊണ്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കി വേണം ഇട്ട് കൊടുക്കാൻ. ഇനി അല്പം മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തൊന്നും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൽ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കണം. ഫ്ലെയിം നന്നായി കുറച്ച് വെച്ച് വേണം വേവിച്ചെടുക്കാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൽ വെള്ളമൊക്കെ ഡ്രൈ ആയി പോവും. ഇനി കുക്കറിലാണ് വെക്കുന്നത് എങ്കിൽ 1 വിസിലടിച്ചാൽ മതി. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ ഇപ്പോൾ റൈസൊക്കെ നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.
ഇന്നത്തെ റൈസ് റെസിപ്പി ഇത്രയേ ഉള്ളൂ. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുകയും വേണം. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.